ലോക്സഭാ നടപടിക്രമങ്ങൾ തത്സമയം. नाम भी पुकारे हैं, शशि थरूर जी का नाम पुकार चुका है. वो अपना बजट स्पीच को शुरू करने से सारा सदस्य अलग अलग पार्टी के ഉയർത്തുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ കിരൺ റിജിജു സംസാരിക്കുമ്പോഴും പ്രതിപക്ഷം പ്രതിഷേധവുമായി തന്നെയാണ് രംഗത്തുള്ളത്. समाजवादी पार्टी के, तृणमूल कांग्रेस के, डीएमके के उनके नेता भी बोलने में तैयार है. कांग्रेस ही अपना बात शुरू नहीं करते हैं. हर दिन इस तरह वेल में आकर के हंगामा खड़ा करते हैं, पार्लियामेंट चलने नहीं देते हैं. नुकसान सबका हो रहा है. मैं फिर से अपील करना चाहता हूं कि आप लोगों ने इस सदन का गरीबा बहुत गिरा चुका है और ज्यादा गिराने का कोई आवश्यकता नहीं है. बजट पे चर्चा सीधा सीधा शुरू होना चाहिए. अध्यक्ष जी, Honorable members, please go back to your seats. Honorable members, please go back to your seats. Let the budget discussion start. The House stand adjourned to meet again at 2 p.m. ലോക്സഭ 2 മണിവരെ പിരിയാൻ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാവുകയും ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നു എന്നാണ്. നേരത്തെ നിർത്തിവെച്ച സഭാ നടപടികൾ 12 മണിക്ക് ആരംഭിച്ചുവെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. പല വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തുള്ളത്. അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡ് ഡീൽ വലിയ തോതിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെ കെടുത്തിക്കളയുന്നതും ഇന്ത്യയെ വിധേയ രാജ്യമാക്കി മാറ്റുന്നതുമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ സറണ്ടേർഡ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ലോക്സഭയിൽ പ്രതിഷേധിച്ചത്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ MM നരവനെയുടെ പുസ്തകം, ആ പുസ്തകത്തിൽ ചൈനീസ് അതിക്രമം ഉണ്ടാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണം തനിക്ക് കിട്ടിയില്ല എന്ന മുൻ സൈനിക മേധാവിയുടെ വെളിപ്പെടുത്തൽ, ഈ വിഷയങ്ങളിൽ മറുപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. പക്ഷേ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എങ്ങനെ കയ്യിൽ കിട്ടിയെന്ന ചോദ്യമുണ്ട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എങ്ങനെ ആമസോണിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യമുണ്ട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് നരവനെ എങ്ങനെ പങ്കുവയ്ക്കുമെന്ന ക്വസ്റ്റ്യനുണ്ട്. സർക്കാരിന് അതിനൊന്നും മറുപടിയില്ല. ഏതായാലും സഭ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ സഹകരിക്കാത്ത പ്രതിപക്ഷ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും പറയുന്നു കിരൺ റിജിജു.